എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യാദൃശികമായിട്ട് ക്യാമറ കണ്ണുകളിൽ പെട്ടെന്ന് വൈറലായ ഒരുപാട് പെൺകുട്ടികളും ആൾക്കാരെയും നമുക്കറിയാം. നിരവധി ആൾക്കാർ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുന്നേ ആശാ ഭോസ്ലെ എന്ന് പറയുന്ന ഒരു ഗായിക നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് പാട്ട് പാടി വൈറലായി. അങ്ങനെ സിനിമയിലൊക്കെ പാടാൻ അവസരം കിട്ടി വൈറലായ ഒരാളുണ്ടായിരുന്നു. ഇപ്പോൾ എവിടെയെന്ന് പോലും നമുക്കറിയില്ല, കാണുന്നുമില്ല വീഡിയോസിലൊന്നും. ഇപ്പോൾ ഈയിടെയായിട്ട് മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടി കുംഭമേളയിൽ രുദ്രാക്ഷമായിട്ടുള്ള വിൽക്കുവാൻ വന്നതാണ്. ആ കുട്ടിയെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു. അങ്ങനെ ആ കുട്ടി വൈറലായി ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയിലേക്ക് ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത ഒരാളുടെ കഥയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇതാണ് ആള്. ഇയാളുടെ പേര് കനകവല്ലി എന്നാണ്. നമ്മൾ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്സ് ഒക്കെ വീഡിയോസ് കാണുന്ന സമയത്ത്, സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ഈ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ കുട്ടി ഒരു ആക്രി പറക്കുന്ന ആളാണ്. അതായത് തെരുവിലുമൊക്കെ കുപ്പിപ്പാട്ട അത്ര ഐറ്റംസ് ഒക്കെ പെരുക്കി തൻ്റെ ഉപജീവന മാർഗം കഴിക്കുന്ന ഒരു കുട്ടിയാണ്. കുട്ടിയോട് ഒരു ഷോയുടെ ഭാഗമായിട്ട് ഒരാൾ ചോദിക്കുന്നു, ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി ആരാണെന്ന്. അപ്പോൾ ഒട്ടും ചിന്തിക്കാതെ തന്നെ തൻ്റെ ഹസ്ബൻഡിനെ ആണെന്ന് ആ കുട്ടി മറുപടി പറയുന്നുണ്ട്. തൊട്ടടുത്ത നിമിഷം തന്നെ അത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് ഒരുപാട് ഇഷ്ടമാണെന്നും ഞങ്ങൾ ലവ് മാരേജ് ചെയ്തതാണെന്നും ഒക്കെ ആ കുട്ടി പറയുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ആ കുട്ടി പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ അയാൾ എവിടെയെന്ന ചോദ്യത്തിന് അയാൾ തൻ്റെ തങ്കച്ചിയുടെ ഭർത്താവാണ് ഇപ്പോഴെന്നും പറയുന്നുണ്ട്. ആ ഒരു നിമിഷത്തിൽ ആ കുട്ടിയുടെ കണ്ണുകളുടെ വേദന എല്ലാവർക്കും മനസ്സിലായതുകൊണ്ടായിരിക്കാം, അല്ല ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഹൃദയത്തിൻ്റെ വേദന കണ്ണുകളിൽ നിന്ന് ഒപ്പിയെടുത്തത് കൊണ്ടായിരിക്കാം. പിന്നീട് പല ഇൻ്റർവ്യൂസിലും പല ന്യൂസിലും ഒക്കെ ആയിട്ട് ആ കുട്ടി നിറഞ്ഞു നിന്നു. ഇത്രയധികം ഭർത്താവിനെ സ്നേഹിക്കുന്ന ഈ കുട്ടിയുടെ ഭർത്താവ് എങ്ങനെയാണ് ഈ കുട്ടിയുടെ അനിയത്തിയെ കല്യാണം കഴിച്ചത് എന്നുള്ള ആ ചോദ്യത്തിൻ്റെ ഉത്തരം തേടി എല്ലാവരും ചെന്നു. അവസാനം ആ ഉത്തരം ഈ കുട്ടി തന്നെ പറയുന്നുണ്ട്. ഈ വീഡിയോയിൽ ആ കുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്നേഹിച്ചൊരു കല്യാണം കഴിച്ചു. അതിനുശേഷം ആ കുട്ടിയുടെ അച്ഛനും അമ്മയും മരിച്ചുപോയി. കുട്ടിക്ക് 3 അനിയത്തിമാരായിരുന്നു ഉണ്ടായിരുന്നത്. ആ അനിയത്തിമാരെ നോക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സ്വന്തം കുഞ്ഞിനെ പോലും വേണ്ടാന്ന് വെച്ചു എന്നാണ് പറയുന്നത്. അതായത് ടാബ്ലറ്റ് കഴിച്ചു, കുട്ടിയെ അബോർട്ട് ചെയ്ത് കഴിഞ്ഞു. അതായത് കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ തൻ്റെ ഹസ്ബൻഡിന് അനിയത്തിമാരോടുള്ള സ്നേഹം കുറഞ്ഞാലോ എന്നുള്ള സ്വാർത്ഥത എന്ന് വേണമെങ്കിൽ ഞാൻ പറയും കാര്യത്തിൽ ആ കുട്ടിയെ ഇല്ലാണ്ടാക്കി. അതിനുശേഷം ജോലിയുടെ ഭാഗമായിട്ട് ചെന്നൈയിലോട്ടെത്തി. ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കൊറോണ വന്ന് ചെന്നൈയിൽ അകപ്പെട്ടു പോയി. പിന്നെ തിരിച്ച് നാട്ടിൽ ചെല്ലുമ്പോൾ അനിയത്തിയുടെ ഭർത്താവാണ് തൻ്റെ ഭർത്താവ് എന്ന സത്യം അറിയുന്നു. അനിയത്തി ഗർഭിണിയാണ് എന്ന കാര്യം അറിയുന്നു. അവസാനം അവനിൽ നിന്ന് യാതൊരു പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ലാതെ ഇപ്പോഴും അയാളെ തന്നെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നു. ആ കുട്ടികളെ ഇവർ തന്നെ നോക്കുകയും ചെയ്യുന്നു പണിയെടുത്ത്. സംഭവം ശരിയാണ്. വേണമെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായ പ്രണയമെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ പറയും വേണമെങ്കിൽ ശുദ്ധ മണ്ടത്തരമാണെന്ന് പറയും. കാര്യം എന്ത് സ്നേഹം, എന്ത് ത്യാഗം. നമ്മളെ വേണ്ടാന്ന് വെച്ചിട്ട് മറ്റൊരാളെ തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയോട് വീണ്ടും നമ്മൾ എന്ത് സ്നേഹം, എന്ത് ത്യാഗം കാണിക്കണമെന്നാണ്. ഇപ്പോഴും ഇങ്ങനെ ജീവിക്കേണ്ട ഒരു കാര്യം ആ കുട്ടിക്ക്. ഇപ്പോഴും ആ കുട്ടി പണിയെടുത്ത് മറ്റുള്ള അവരെ നോക്കി സംരക്ഷിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. ആ കുട്ടിയുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് കരുതുക, ആ കുട്ടിയുടെ ജീവിതം നയിക്കുക, ഇത്രയേ വേണ്ടൂ. പിന്നെ രണ്ടാമത്തെ തെറ്റാന്ന് വെച്ചാൽ തൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം അനിയത്തിമാരെ സംരക്ഷിക്കാനും എന്ന സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒരു അച്ഛനാകാനുള്ള സ്വാതന്ത്ര്യം പോലും അയാളുടെ നിഷേധിക്കുകയാണ് ഈ കുട്ടി ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടും ആ ഒരു വാല്യൂ മറ്റൊരാൾ കൊടുത്തപ്പോൾ അയാൾക്ക് അങ്ങോട്ടേക്ക് ഒരു സ്നേഹം തോന്നിയിരിക്കും. അതൊരു തെറ്റാണെന്നൊന്നും നമുക്ക് പറയാനും സാധിക്കത്തില്ല. എൻ്റെ അഭിപ്രായത്തിൽ വീണ്ടും ഇവരെയൊക്കെ നോക്കിയിരിക്കാതെ കുട്ടിക്ക് ഒരാൾ പോയെങ്കിൽ ഒരാൾ മറ്റൊരു ലൈഫ് തിരഞ്ഞെടുക്കണമെങ്കിൽ തിരഞ്ഞെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അതും അല്ലെങ്കിൽ ഇനി മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ അയാളെ സ്നേഹിക്കാം, മനസ്സിൽ വെക്കാം. പക്ഷെ മുന്നോട്ടുള്ള ജീവിതം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടിയിട്ട് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോയാൽ ആ കുട്ടിക്ക് കൊള്ളാം എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യും.